Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. നമ്മളെ വില്ലേജ് വേസ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം എടുത്തു. ആരും വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് അല്ലെ, ഒരു സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ മാത്രം എടുത്തോളൂ. ക്ലിയർ ആണോ? Clear ആണ് Miss. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കണ്ടിന്യൂ ചെയ്യാം. വില്ലേജ് വേസ്റ്റ് എന്താന്നുള്ള കാര്യം ഒരു ഐഡിയ കിട്ടി അല്ലേ? ഹോസ്പിറ്റലിലാവുമ്പോഴും നമ്മൾ ഇത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കാരണം അവിടെ ഇൻഫെക്ഷനും അല്ലെ എന്താ മറ്റുള്ളവർക്ക് രോഗികൾക്ക് മാത്രമല്ല അതേമാതിരി തന്നെയുള്ള അവിടെ വർക്കേഴ്സിന് മാത്രമല്ല എൻവയോൺമെന്റിനെയും കൂടി അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കെയർ അല്ലെ ഇത്തരത്തിലുള്ള വില്ലേജ് കാര്യങ്ങൾക്കൊക്കെ നല്ല കെയർ ആവശ്യമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ വില്ലേജ് എന്ന് പറയുമ്പോൾ പുതിയ വ്യക്തികളൊക്കെ അല്ലെ പുതിയ കുട്ടികളുണ്ട് ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കുക. വില്ലേജ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് അല്ലെ അത് തുമ്പി പോവുകയോ ലീക്ക് ഔട്ട് ചെയ്യുകയോ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഡേഞ്ചേഴ്സ് അല്ലെ അതുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ് ആണ് ഇതിൽ ഉടനീളം നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റലിലാവുമ്പോൾ ചെറിയ തോതിലെങ്കിലും ഇത്തരത്തിലുള്ള വേസ്റ്റുകളുടെ അണുക്കൾ നിറഞ്ഞതായതുകൊണ്ട് കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകളാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, റിസ്ക് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അല്ലെ. റിസ്ക് പ്രധാനമായിട്ട് പറയുന്ന ഫസ്റ്റ് പോയിന്റ് നോക്കാം. Here are some of the risk hazards associated with the village waste. അതായത് ഈ ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെ അപകടകരമായിട്ടുള്ള ഈ വില്ലേജ് വേസ്റ്റ് കൊണ്ട് താഴെ പറയുന്ന തരത്തിലുള്ള റിസ്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഫെക്ഷൻ. ഇതാണ് പറയുന്നത് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അണുബാധ അല്ലെ അത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇതാ പറയുന്നത് ലീക്കേജ് ഓഫ് blood and body fluids can spread transmittable diseases such as HIV, hepatitis B and C and other blood-borne pathogens. ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും പകർച്ചവ്യാധി സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള അല്ലെ പകരാവുന്ന സാധ്യതയുള്ള ഡിസീസസ് മറ്റുള്ളവർക്കും പകരാൻ സാധ്യതയുള്ള ഡിസീസസുകൾ ഇത് മൂലം അല്ലെ നമുക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ മൂലം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് എടുത്തു പറയുന്ന ഡിസീസ് ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡിൽ നിന്നും മറ്റുള്ളവർക്ക് അസുഖങ്ങൾ വരാം. അതോടൊപ്പം തന്നെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ നമ്മുടെ ശരീര ദ്രവങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കും. അത് മാത്രമല്ല കേസസ് ടെസ്റ്റും കാര്യങ്ങൾക്ക് അല്ലാതെ തന്നെ പേഷ്യന്റ് ആയിട്ട് കിടക്കുമ്പോഴും പലതരത്തിലും ശരീര ദ്രവങ്ങളെല്ലാം മറ്റുള്ളവരിലേക്കൊക്കെ അല്ലെ നമ്മള് വേസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ എന്താണ് അത് സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതയിൽ നിന്ന് ട്രാൻസ്മിറ്റബിൾ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. സച്ചാസ് HIV അല്ലെ HIV പോലെയുള്ള അസുഖങ്ങൾ നമുക്കറിയാം ബ്ലഡിലൂടെയാണ് അത് പകരുന്നത് അല്ലെ. HIV അങ്ങനെയല്ലേ പടർന്നു പിടിക്കുന്നത് ബ്ലഡിലൂടെ അല്ലേ ബ്ലഡ് പാത്തശകളാണ് അല്ലെ അത് നമുക്കറിയാം ബ്ലഡിലൂടെയാണ് ആ രോഗാണുക്കൾ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പകരുന്നത്. അതേമാതിരി തന്നെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് B and C അതും എന്താണ് നമ്മുടെ അല്ലെ ഇത്തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് B എന്നും C എന്നുമുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെ കരൾ വീക്കം പോലെയുള്ള അസുഖങ്ങളെല്ലാം പടർന്നു പിടിക്കുന്നതും ഇത്തരത്തിലുള്ള ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുകള് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ അവലംബിക്കാതെ വരുമ്പോഴാണ്. ആൻഡ് അതർ ബ്ലഡ് ബോൺ പാത്തജൻസ് മറ്റു തരത്തിലുള്ള അസുഖങ്ങളുടെ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നേ ഉള്ളൂ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ഹു എൻഗേജ് വിത്ത് പൊള്യൂട്ടഡ് ഐറ്റംസ് ആർ അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് സിക്ക്. നമുക്കറിയാം അവരാണ് അല്ലെ നമ്മുടെ രോഗികളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയ്ക്ക് അല്ലെ കാരണമാകാൻ സാധ്യതയുള്ള വ്യക്തികളും കൂടി ആര് തന്നെയാണ് അവിടെയുള്ള ശുശ്രൂഷകർ അല്ലെ അവര് ശുശ്രൂഷ കൊടുക്കുന്നവര്. തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സ് ഹെൽത്ത് വർക്കേഴ്സിനെല്ലാം ഇത്തരത്തിലുള്ള റിസ്ക് അനുഭവപ്പെടുന്നവരാണ് അല്ലെ. അവർക്കും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടവരാണ്. അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്കും രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് who engage with the polluted items are at risk of getting sick.
അവരും രോഗികളായിട്ട് ഇതുമായിട്ട് ഇടപഴകുന്നവരായതുകൊണ്ട് തന്നെ അവരും രോഗികളായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. ക്ലിയർ ആണോ? എന്റെ എക്സാമ്പിൾ ഒക്കെ ജസ്റ്റ് നോക്കിക്കോളൂട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി അല്ലെ, ഇത് ചിലപ്പോഴൊക്കെ എന്താണ് എയും ഇതൊക്കെ ആയിട്ട് തരും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇത് ബ്ലഡിലൂടെ നമുക്കറിയാം ഇതെല്ലാം പകരുന്നതാണ്. അത് പക്ഷെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രസ് ക്ലോത്ത് അതിൽ കൂടെ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇത് ബ്ലഡിലൂടെ ബോഡി ഫ്ലൂയിഡ്സിലൂടെ ഒക്കെ പകരുന്നതാണ്. എനിവേ ട്രാൻസ്മിറ്റബിൾ ഡിസീസസിന് എക്സാമ്പിൾസുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഒക്കെ കാണാറുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് പോവാം. ഇൻഫെക്ഷൻ എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇത് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയില്ല അല്ലെ. നെക്സ്റ്റ് നോക്കുമ്പോൾ കെമിക്കൽ എക്സ്പോഷർ എന്നാണ്. കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് കെമിക്കൽ ആയിട്ടുള്ള നിന്നും അപകടങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. രാസപദാർത്ഥങ്ങളുടെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. Leakage of chemicals can expose healthcare staff and patients to toxic substances which can lead to skin irritation, respiratory problems or other health issues. ഇതാണ് ടോക്സിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ടോക്സിക് എന്ന് പറയുമ്പോൾ എന്താണ്? വിഷാംശങ്ങൾ അല്ലെ. അതിന്റെ വിഷാംശമുള്ള ഘടകങ്ങൾ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫിനാണെങ്കിലും അവിടെയുള്ള പേഷ്യൻസിനെ ആണെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. കെമിക്കലൊക്കെ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ കെമിക്കലൊക്കെ ചെറിയ രീതിയിലുള്ള സ്പ്രെഡിങ് ചിലപ്പോൾ പക്ഷെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് അല്ലെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആയിരിക്കാം. പക്ഷെ അതിന്റെയൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ലീക്കേജ് ഒക്കെ തന്നെ എന്താണ് അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ ആരോഗ്യാവസ്ഥകളൊക്കെ കൈകാര്യം അല്ലെ. അത് വിഷപദാർത്ഥങ്ങളായതുകൊണ്ട് തന്നെ അതൊക്കെ ചിലപ്പോൾ ശ്വസിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കിന്നുമൊക്കെ സ്പർശിക്കുമ്പോഴൊക്കെ എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ടു ടോക്സിക് സബ്സ്റ്റൻസസ് which can എന്തൊക്കെ രോഗാവസ്ഥയ്ക്ക് ഇതിന് കാരണമുണ്ട്? which can lead to skin irritation, respiratory problems or other health issues. അതായത് നമ്മുടെ തൊലിപ്പുറത്തൊക്കെയാണ് ചെറിയ രീതിയിൽ കെമിക്കലൊക്കെ വീഴുന്നതെങ്കിൽ അല്ലെ അതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ പാടുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ശ്വാസപാതയും ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് ഒരുപക്ഷെ തുമ്മലോ അല്ലെങ്കിൽ ചുമയോ ശ്വാസതടസ്സോ ഒക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ശ്വസിക്കുന്നത് കൊണ്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ലീക്ക് ഔട്ട് ആണ് എങ്കിൽ കൂടി അതെന്താണ് അവിടുത്തെ ഹെൽത്ത് ഇഷ്യൂസിന് ആരോഗ്യ പ്രവർത്തകരുടെയും പേഷ്യൻസിന്റെയും ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇൻഫെക്ഷന് നമ്മൾ ജസ്റ്റ് കണ്ടു. ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ വളർന്നു പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള റെസ്പിറേറ്ററി അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ക്ലിയർ ആണോ? ണോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോക്കോളൂ. ഇത്തരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? സ്കിൻ ഇറിറ്റേഷന്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ ഇൻജുറി. എന്താണ് ഇൻജുറിയിൽ പറയുന്നത്? ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ endanger both the healthcare staff and patients, increasing the risk of puncture wounds and the possibility of bloodborne pathogens. അതായത് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ മുറിവ് വരാനായിട്ടുള്ള സാധ്യത. എന്തുകൊണ്ടാണ് മുറിവ് വരാൻ സാധ്യത എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ നമുക്കറിയാം അവര് എന്താണ് വേറെ മെഡിസിനുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അവിടെ എന്താണ് ഷാർപ്പായിട്ടുള്ള കുറെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. അവിടെ നമുക്കറിയാം ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ സിസേഴ്സും നീഡിൽസും മൂർച്ചയുള്ള കുറച്ച് പെൻ പോലെയുള്ള അല്ലെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഒരു ചെറിയ ചെറിയ കത്തികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പൊ ഇതിനൊക്കെ എന്താണ് മൂർച്ചയുള്ള വസ്തുക്കളാണ് അല്ലെ. ഈ മൂർച്ചയായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ എക്യുപ്മെന്റ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് അത് ആരെങ്കിലും എന്തൊക്കെ നല്ല രീതിയിലുള്ള യൂസേജ് അല്ല എങ്കിൽ ആരെങ്കിലും എന്തൊക്കെ
കൊള്ളാനും അവിടേക്ക് മുറിവുകളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഈ കേസ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ രോഗിക്കും മുറിവ് അഡീഷണൽ ആയിട്ടുള്ള മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് പരസ്പരം അല്ലെ അവര് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോട് കൂടി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർക്കെല്ലാം ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള അല്ലെ പഞ്ചർ വൂൺസ് ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായെന്ന് നമുക്കറിയാം രോഗിയുമായി ബന്ധപ്പെട്ട് കുറെ ഡീലിങ്സ് നടത്തുകയാണ് അല്ലെ. അപ്പൊ ഈ ആഴത്തിലുള്ള മുറിവുകളിലൂടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ അണുക്കളുണ്ട് ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇല്ലേ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ലീക്കേജ് ഓഫ് എന്താണ് പ്രധാനമായിട്ട് ഷാർപ്സ് ക്യാൻ danger for the healthcare staff and the patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. പാടത്തിലുള്ള മുറിവിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള രോഗാണുക്കളൊക്കെ പ്രവേശിക്കാനായിട്ട് അതുപോലെ രോഗികളൊക്കെ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇൻഷുറി എന്താണ്? ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇഞ്ചുറികളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അല്ലെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസിനോട് കൂടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഷാർപ്പ് വസ്തുക്കളൊക്കെ അത് ഉപയോഗിക്കാനായിട്ട്. നമുക്കറിയാം അത് ഉപയോഗിക്കാൻ കണ്ടെയ്നർ എന്നൊക്കെ പറയുന്നത് പഞ്ചേർഡ് അല്ലെ നല്ല കട്ടിയുള്ള കണ്ടെയ്നറിലൊക്കെയാണ് അത് നിക്ഷേപിക്കേണ്ടത്. ഉപയോഗം കഴിഞ്ഞിട്ട് അതിലൂടെയൊക്കെ തന്നെയായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. അങ്ങനെയൊക്കെ വരുമ്പോ പാസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊന്നും വലിയ പ്രശ്നങ്ങൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. ആണോ? ശരിയാണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഇപ്പൊ 3 കഴിഞ്ഞു. ഇൻഫെക്ഷൻ വരാം, കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാവാം, ഫോർത്ത് വൺ നോക്കാം റേഡിയേഷൻ എക്സ്പോഷർ. എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത്? റേഡിയേഷൻ ഒക്കെ ഹോസ്പിറ്റലിൽ നടത്തേണ്ടി വരാറുണ്ടോ? ഉണ്ടാവാറുണ്ടോ റേഡിയേഷൻ ഒക്കെ? എങ്ങനെയുള്ള പേഴ്സൺസിനാണ് റേഡിയേഷൻ ഒക്കെ കൊടുക്കാറ്? ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് അല്ലെ. അപ്പൊ ഇതും ഒരു നമുക്കറിയാം ഇതിന്റെ കണ്ടന്റ് ഒക്കെ അല്ലെ നമ്മുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും പേഷ്യൻസിനൊക്കെ പൊതുവെട്ടുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ലീക്ക് ഔട്ട് ആണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് റേഡിയേഷൻ എക്സ്പോഷർ ലീക്കേജ് ഓഫ് radioactive materials can expose the healthcare workers and patients to ionizing radiation which can cause radiation illness, cancer or other health issues. നമ്മൾ കണ്ട മാതിരി ഇത്തരത്തിലുള്ള റേഡിയേഷനിലെ ചെറിയ കിരണങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആരോഗ്യ പ്രവർത്തകർക്കാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനായിട്ടുള്ള ആ കിരണങ്ങളൊക്കെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ക്യാൻസർ പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ലീക്കേജ് ഓഫ് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ ക്യാൻ expose healthcare workers and patients to ionizing radiation which can cause radiation illness, cancer or other health issues. അപ്പൊ അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യത അതിന്റെ ആ കിരണങ്ങൾ ഏറ്റുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അസുഖങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതും ഒരു റിസ്ക് തന്നെയാണ് റേഡിയേഷൻ എക്സ്പോഷർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എൻവയൺമെന്റൽ പൊല്യൂഷൻ. എൻവയൺമെന്റൽ പൊല്യൂഷൻ ആണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. എന്താണ് എൻവയൺമെന്റൽ പൊല്യൂഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാലേ ചെറിയ രീതിയിലൊക്കെ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് പ്രകൃതിയുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ അല്ലെ അന്തരീക്ഷത്തിലൊക്കെ വ്യാപിക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. Leakage of dangerous materials can contaminate the environment including soil, water and air. നമുക്കറിയാം അത് എന്താണ് ഇത്തരത്തിലുള്ള രോഗാണുക്കൾ നിറഞ്ഞ കണ്ടന്റുകളൊക്കെ മണ്ണിലൊക്കെ പോകാം, അതേപോലെ തന്നെ വെള്ളത്തിലേക്കാം, അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലും വ്യാപിക്കാം അല്ലെ. കെമിക്കൽ പോലെയുള്ള കണ്ടന്റൊക്കെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുമ്പോൾ അണുക്കളൊക്കെ ചിലപ്പോ വെള്ളത്തിലും മണ്ണിലൊക്കെ ആയിരിക്കും അല്ലെ വരിക. അവിടെ കിടന്ന് മറ്റുള്ള പ്രകൃതിയെ കാര്യമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യത നമുക്കറിയാം. ചിലപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് വരണമെന്നില്ല. ചില കേസുകളല്ലേ ഇത്തരം വ്യക്തികൾക്കൊക്കെ കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോഴേക്ക് അവിടെയുള്ള
വ്യക്തികൾക്ക് കുറെ അസുഖങ്ങൾ വരുന്നു, റെസ്പിറേറ്ററി പ്രോബ്ലം വരുന്നു, ക്യാൻസർ വരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഗവേഷണങ്ങൾ നടത്തുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കി വരിക. എന്നാൽ ചില ഫാക്ടറിയിൽ നിന്നും പുറത്തുന്ന പുകയുടെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും മലിനീകൃതമായിട്ടുള്ള വസ്തുക്കളുടെയോ ഒക്കെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസിന് കാരണം എന്നുള്ളതൊക്കെ നാളുകൾക്ക് ശേഷമായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിലേക്ക് അത് വന്ന് അതിന്റെ പ്രവർത്തനമൊക്കെ തുടങ്ങി നാളുകൾക്ക് ശേഷമായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ് ദ എൻവയറൺമെന്റ്. നമ്മുടെ എൻവയറൺമെന്റ് പ്രകൃതിയെ തന്നെ അത് മലിനമാക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ പെടാം? ഇൻക്ലൂഡിങ് സോയില്, വാട്ടർ ആൻഡ് എയർ. This pollution can cause a long-term result on a human health and environment. അത് നീണ്ട കാലഘട്ടത്തിലേക്ക് വരെയുള്ള ഹെൽത്ത് ഇഷ്യൂസുകൾ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള വിഷയങ്ങളായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണോ? ഒരു പോയിന്റ് കൂടിയുണ്ട്. അപ്പം ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താ പറയുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് may cause legal and financial liabilities for hospitals and health care organization. അല്ലെ? അത് കൃത്യമായിട്ട് തന്നെ എന്താണ് നന്നായിട്ട് തന്നെ ഇത് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അത് എന്താണ് നിയമ നടപടികൾക്ക് വിധേയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെ? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നിയമപര സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്ത ബോധത്തിലേക്കാണ് ഇവിടെ വരുന്നത്. ഇതുകൊണ്ടാണ് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തം ഒരു ബർഡൻ അല്ലെങ്കിലും ചുമതലാബോധം ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല കൃത്യമല്ലാത്ത രീതിയിലുള്ള ഹാൻഡ്ലിംഗ് രീതിയിലാണ് ഹോസ്പിറ്റലിലേക്ക് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ പിന്നീടായിരിക്കും എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വരിക. അല്ലെ? ആരെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലേ? വരില്ലേ? ഉണ്ടാവോ അങ്ങനെ? ഓക്കെ. കാരണം അനുചിതമായിട്ടുള്ള നല്ല രീതിയിലെല്ലാം ഈ വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്, മാത്രമേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലീഗലായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് വരും. ചിലപ്പോൾ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ചില പേഴ്സൺസിന്റെയൊക്കെ രോഗാവസ്ഥയ്ക്ക് കാരണം ഹോസ്പിറ്റലിന്റെ പ്രോബ്ലം ആണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എന്താണ് അവരുടെ ആഫ്റ്റർ ഹോസ്പിറ്റലിന്റെ ചെലവും കാര്യങ്ങളും രോഗത്തിന്റെയൊക്കെ ചെലവും കാര്യങ്ങളൊക്കെ അവർ തന്നെ മുൻകൈയെടുത്ത് നടത്തി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി തീർക്കാനൊക്കെ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇത്രയും എമൗണ്ട് അല്ലേ അതൊക്കെ ലയബിൾ ആയിട്ട് തന്നെ അവരുടെ ബാധ്യതയിൽ തന്നെ ഒതുക്കി തീർക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അതിന് കാരണം പ്രധാനമായിട്ടും ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ലീക്കേജ് വേസ്റ്റ്. ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ നല്ല രീതിയിലല്ല നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതെല്ലാം തന്നെ എന്തിന്റെ പ്രോബ്ലംസ് ആണ്? സ്റ്റാൻഡ് ഹാസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇൻഫെക്ഷൻ വരാം, കെമിക്കൽ എക്സ്പോഷർ വരാം, അതുമായി ബന്ധപ്പെട്ട സ്കിൻ ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലം വരാം, ഇഞ്ചുറി വരാം, ആഴത്തിലുള്ള മുറിവിലൂടെയൊക്കെ എന്താണ് രോഗാണുക്കളൊക്കെ കയറിപ്പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റേഡിയേഷൻ എക്സ്പോഷർ എന്ന് വെച്ചാൽ ആ കിരണങ്ങൾ വഴി അസുഖങ്ങൾ വരാം. എൻവയറമെന്റൽ പൊല്യൂഷൻ നമ്മുടെ അന്തരീക്ഷത്തെ തന്നെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേമാതിരി തന്നെ അതായത് എൻവയറമെന്റ് പ്രകൃതിയെ ബാധിക്കാം. അതേമാതിരി ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ചിലപ്പോൾ ബാധ്യത എന്താണ് നല്ല രീതിയിലുള്ള നിർമ്മാർജ്ജനമല്ല ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ലീഗലായിട്ടുള്ള നടപടികളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം. പഞ്ചഗോൺസ് എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള മുറിവെന്നുള്ള മീനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഉണ്ടെന്ന് പറയുമ്പോൾ മുറിവ് അല്ലേ, ഇച്ചിരി കൂടി പഞ്ചർ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോവേണ്ട മുറിവിലേക്ക് എത്തിപ്പെടാം. ചിലപ്പോഴെങ്കിലും
അറിയാൻ ചെറിയ ചെറിയ പോറലുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അണുക്കൾ നിറഞ്ഞ ഒരു സമയത്താണ് ഇപ്പൊ കേസ് ഒരു അണുക്കൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു കട്ടയിൽ ഒരു ഭാഗം നീക്കം ചെയ്തുകൊണ്ടിരിക്കാതെയാണ് ആ സിസ്റ്റേഴ്സ് മറ്റുള്ളവരുടെ ഭാഗത്തൊക്കെ കൊള്ളണമെങ്കിൽ ആ ഓൾറെഡി നമുക്ക് അത്രയും എന്താണ് എന്തായാലും തീർച്ചയായിട്ടും അണുക്കൾ ഉണ്ടാവാം. അതോടുകൂടിയിട്ടായിരിക്കും ഈ മുറിവും കൂടി രൂപം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിലൂടെ പെട്ടെന്ന് തന്നെ അണുക്കൾ പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ആണോ? ണോ ഭാഗത്തിലുള്ള മുറിവെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. പച്ച ഒട്ടിക്കാന്ന് പറയല്ലേ നമ്മള് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മുറിവുകൾ ആളത്തിലുള്ള മുറിവാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ എന്താണെന്നുള്ളത്? നോക്കാം, എന്തെങ്കിലും ശ്രമിക്കാം. ലീഗലായിട്ട് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിയമപരമോ സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിയമപരവും സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസ്പോസൽ, അതായത് നമ്മുടെ വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം ചില പെർമിഷനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കാം ചില കെമിക്കൽസ് പോലെയുള്ള അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് പോലെയുള്ള വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ പെർമിഷനോട് കൂടി വെറുതെ നമുക്ക് കൊണ്ടത് കത്തിച്ചൊന്നും കളയാൻ പാടില്ല. അത് നിയമവശങ്ങളുടെ രീതിയിൽ അവരെയൊക്കെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള പിഴവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡേഞ്ചർ അല്ലേ നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, അവരെ കൃഷി നശിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വെള്ളം മലിനീകൃതമാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഹോസ്പിറ്റലിനെ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കൃത്യമായിട്ട് ഇവരുടെ രീതിയിൽ ഈ ഡിസ്പോസിലൊന്നും ഇങ്ങനെയൊക്കെ ഡേഞ്ചറൊക്കെ വന്നപ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലല്ല ഈ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നമ്മളെ വില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാഠമൊക്കെ പഠിക്കാനുണ്ട്. ആ പഠിക്കുന്നതോടൊപ്പം തന്നെ അതായത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠത്തിന്റെ അവസാനത്തിന്റെ സ്റ്റേജിൽ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുമുണ്ട്, നിങ്ങളത് പഠിച്ചിട്ട് അത് എടുത്തോ? ബയോമെഡിക്കൽ വേസ്റ്റ് ചാപ്റ്റർ എടുത്തോ? ഇല്ല അല്ലെ? അപ്പൊ ഈ രണ്ട് ചാപ്റ്റർ അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന്റെയൊക്കെ എങ്ങനെയാണ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനൊക്കെയുള്ള കുറെ നടപടിക്രമങ്ങൾ. അപ്പൊ ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് ഫോളോ ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ചെയ്തേക്കെങ്കിൽ ആ ഒരു എന്താണ് പറയുക കോമ്പൻസേഷൻ അവരെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടും. തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് അവിടെ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായോ? ചെറുതായിട്ട് ഇവിടെ ഓരോരുത്തർ പറയുന്ന ഒരു സെന്റൻസിന് മാത്രം ഒതുക്കി നിർത്തിയിട്ടുള്ളൂ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, നിങ്ങൾ ലാസ്റ്റ് 18 പേജിലേക്കൊക്കെ നോക്കിയാൽ മതി. അതില് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് വില്ലേജുകളൊക്കെ എങ്ങനെ. അധികം ഡീറ്റെയിൽ ആയിട്ട് പോകണം എന്നില്ല. ഇവിടെ കണ്ട ലാസ്റ്റ് എല്ലാത്തിന്റെയും ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് റിപ്പോർട്ട് ദ സ്കില്ല് എന്ന് വെച്ചാൽ
ഇത് നമ്മൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത്തരത്തിലുള്ള സ്പില്ലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പരിശോധന ഉറപ്പാക്കിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഒരു എവിഡൻസ് ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചു ഹോസ്പിറ്റലില് ആ സമയങ്ങളിൽ ഇന്ന രീതിയിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടപടികൾ പൂർത്തിയാക്കിയത് എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റെപ്പിലും ഉണ്ട്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും റിപ്പോർട്ട് സ്പിൽ മനസ്സിലായോ? അങ്ങനെ അത് നടപടികൾ കൃത്യമായിട്ടെല്ലാം പൂർത്തിയാക്കണമെങ്കിൽ ഡിസ്പോസൽ കൃത്യമായിട്ടെല്ലാം പൂർത്തിയാക്കണമെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്താണ് സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഇങ്ങനെയുള്ള വേസ്റ്റ് വരാനായിട്ടുള്ള ഉറവിടങ്ങൾ അല്ലെ ഹോസ്പിറ്റലിലുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഇത്തരത്തിലുള്ള വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ ലീക്കേജ് വേസ്റ്റ് ക്യാൻ കം ഫ്രം സെവറൽ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. ധാരാളം സോഴ്സുകൾ ഉറവിടങ്ങളുണ്ട് ഇങ്ങനെ ലീക്കേജ് വേസ്റ്റ് വരാനായിട്ട്. There are some examples of possible source of leakage waste in hospital. അതുമായി ബന്ധപ്പെട്ട കുറച്ച് സോഴ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് മെഡിക്കൽ നടപടിക്രമങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, ഡയാലിസിസ്, there is a risk of leakage of blood and body fluids. നമ്മളിപ്പോ സർജറി ചെയ്യുന്നതോടൊപ്പം അല്ലെങ്കിൽ രക്ത കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ നടത്തുന്ന ഡെപ്യൂട്ടി പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഡയാലിസിസ് നടത്തുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ചെറിയ രീതിയിലെങ്കിലും ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് ലീക്കേജുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ചെറിയ ലീക്കേജുകൾ വരാൻ സാധ്യതയുണ്ടോ? അല്ലെ? ചെറിയ രീതിയിലെങ്കിലും ലീക്കേജ് ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലും ആ ആക്ഷൻ ആ ഒരു പ്രൊസീജിയർ നടത്തിക്കൊണ്ടിരിക്കാതെയായിരിക്കും ചെറിയ ഒരു ലീക്ക് ഔട്ടുകൾ അതിൽ നിന്ന് സംഭവിക്കുന്നത്. നമുക്കറിയാം ലീക്ക് ഔട്ടുകൾ ലീക്കേജ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഭവമാണ് എങ്കിലും അത് എന്തുണ്ടാവും അണുക്കളുടെയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് മറ്റുള്ളവർക്കൊക്കെ രോഗം വരാനായിട്ടുള്ള സാധ്യതയും കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ലബോറട്ടറി ടെസ്റ്റിംഗ്. ലാബില് നമ്മള് ചികിത്സ രോഗനിർണയം നടത്താനായിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങൾക്ക് വിധേയമാക്കാൻ ഡോക്ടർ പറയും. തയ്യാറില്ലേ? ടെസ്റ്റിങ്ങുകൾ നടത്താൻ പറയില്ലേ? എന്തൊക്കെ ടെസ്റ്റുകൾ നടത്താൻ പറയും നമ്മളോട്? രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ടെസ്റ്റ് നടത്താൻ പറയും? ഒരുപാട് ടെസ്റ്റ് എടുത്താൻ പറയും അല്ലെ. ബ്ലഡിന്റെ ടെസ്റ്റ് എടുത്താൻ പറയും, യൂറിന്റെ ടെസ്റ്റ് എടുത്താൻ പറയും. ശരീരത്തിന്റെ പല ദ്രവങ്ങളുടെ പലതുമായി ബന്ധപ്പെട്ട അസുഖമാണെങ്കിൽ അസുഖമായിട്ടുള്ള ഏത് ദ്രവവും എടുത്താലും അതിപ്പോ സലൈവയാവാം മറ്റേ ഏത് തരത്തിലുള്ള പഴുപ്പാണെങ്കിലും പഴുപ്പാവാം എന്ത് ദ്രവമാണെങ്കിലും അതെടുത്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും അല്ലെ. അത് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ എടുത്ത് ടെസ്റ്റിന് വിധേയമാക്കാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിലും ലീക്ക് ഔട്ടുകൾ വരാം. ലബോറട്ടറി ടെസ്റ്റിംഗ് ഹോസ്പിറ്റൽ carry out different laboratory tests on blood, urine and other body fluids. അറിയാം ഒരുപാട് അല്ലെ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ ലബോറട്ടറിയിൽ പല ടെസ്റ്റുകളുണ്ട്. ബ്ലഡുമായി ബന്ധപ്പെട്ട, യൂറിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളെല്ലാം ഹോസ്പിറ്റലിൽ വഹിക്കുന്നുണ്ട്. These tests can consist of the use of chemicals, reagents and other dangerous materials. ഇത് കളക്ട് ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റ് വരുന്നത്. ഇത് രോഗനിർണയം നടത്തുന്ന സമയങ്ങളിൽ അല്ലെ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് അതായത് രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും റീജൻസ് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങൾ നടത്തുമ്പോഴും ഇതിൽ നിന്നെല്ലാം ലീക്ക് ഔട്ടുകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്.
നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്ന സമയങ്ങളിലുമുണ്ട്. ഒപ്പം തന്നെ ടെസ്റ്റിന് വിധേയമാകുന്ന ടൈമിൽ എന്താണ് അതിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് വഴി ഒക്കെ ചെറിയ രീതിയിലുള്ള ലീക്കൗട്ടുകൾ വരാനായിട്ടുള്ള സാധ്യത. ഓക്കെയാണോ? 2 പോയിന്റ് ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ് കെയർ. പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോൾ അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്കറിയാം രോഗാവസ്ഥയിലുള്ള പേഷ്യന്റ് അഡ്മിഷൻ ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വയ്യാത്ത ഒരു പേഷ്യന്റിനോടൊപ്പം തന്നെ അല്ലെ ബൈസ്റ്റാൻഡർ ഒക്കെ കൂടിയായിട്ടായിരിക്കും നമ്മൾ അഡ്മിഷനിൽ പോകുന്നത്. തീർച്ചയായിട്ടും കിടപ്പുരോഗികളൊക്കെ ആണെങ്കിൽ അവരെ നമുക്കറിയാം അവരെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും, ഫുഡ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടതായിട്ട് വരും, മറ്റെല്ലാ കാര്യങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് എന്തെങ്കിലും അല്ലെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അഡ്മിഷൻ വന്നിരിക്കണമെങ്കിൽ അതിന്റെയൊക്കെ ചെറിയ ലീക്കേജുകളൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളൊക്കെ അല്ലെ തുടച്ച് വൃത്തിയാക്കുമ്പോഴൊക്കെ അങ്ങനെ ലീക്കേജുകൾ വരാം. Patient care in the course of a patient care activities such as changing bed linens, clearing bedpans, or helping with the personal cleanliness, there is a risk of a leakage of body fluids and other materials. അതായത് പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന അല്ലെ സൂക്ഷിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ എന്താ ഒരു പക്ഷെ ബെഡ് നമുക്കറിയാം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് അല്ലെ കിടത്തിക്കും നോക്കേണ്ട പേഷ്യന്റ് ഒക്കെ ആവുമ്പോൾ അവരെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നേരാവണ്ണം ടോയ്ലറ്റിലൊന്നും പോയി ഉപയോഗിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ബെഡ്പാനൊക്കെ ഉപയോഗിക്കുമ്പോഴും അത് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ എന്താണ് നമുക്ക് അറിയാം അല്ലെ അത്തരത്തിലുള്ള ചെറിയ ലീക്കൗട്ടുകളൊക്കെ സംഭവിക്കാം. ഹെൽപ്പിംഗ് വിത്ത് ലൈൻസ് ഏതെങ്കിലും രീതിയിൽ വ്യക്തിയെ കിടപ്പുരോഗികളൊക്കെ ആവുമ്പോൾ അവരെ ക്ലീൻ ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ചെറിയ രീതിയിലെങ്കിലും എന്താണ് എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവിടെ പറ്റിപ്പിടിക്കാനും അല്ലെങ്കിൽ തുണികളുടെയോ അല്ലെങ്കിൽ അവിടെയുള്ള വസ്തുക്കളുടെയൊക്കെ പറ്റിപ്പിടിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇങ്ങനെ കിടപ്പുരോഗി എന്ന് പറയുമ്പോൾ അവർ ആരോഗ്യവാനാണെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെ, അവരെല്ലാം പക്കാട്ടായിരിക്കും അല്ലെ, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും. അതേസമയം കിടപ്പുരോഗികളാവുമ്പോഴാണ് അവർക്ക് ചിലപ്പോൾ മുറിവുകളായിട്ടായിരിക്കും ഒരു പക്ഷേ കിടന്ന കിടപ്പിൽ കുറെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന പേഷ്യൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള അണുബാധ വന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ക്ലീൻ ചെയ്യുന്ന അവസരങ്ങളിലും ചെറിയ തോതിലെങ്കിലും ലീക്കേജുകളൊക്കെ എന്തെങ്കിലും ഉണ്ടാവാനായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കൗട്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് കെയർ എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഈ നെക്സ്റ്റ് നോക്കുമ്പോ ഫോർത്ത് പോയിന്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഈ മെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴുണ്ടാവുന്ന എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ ക്രിയേറ്റ് വെരി മെഡിക്കൽ വേസ്റ്റ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർട്സ്, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. അതായത് ഇതിലെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ പ്രൊസീജിയർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാം. ഓരോ ഇഞ്ചുറി ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്തെങ്കിലും മുറിവ് ചതവൊക്കെ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരികയാണെങ്കിൽ നമുക്കറിയാം ഷാർപ്പായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെ. അപ്പൊ വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ഷാർപ്സ്, കണ്ടാമിനേറ്റിംഗ് ഡ്രസ്സിങ് അല്ലെ, അവിടെ മലിനമായിട്ടുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്ത് അടുത്തത് നമ്മള് അല്ലെ ഹോസ്പിറ്റലുകാരെ അടുത്തതും കൂടി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവരെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നടപടിക്ക് പൂർത്തിയാക്കി വിടുന്നത് അല്ലെ. അപ്പൊ ആ മലിനമായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുമ്പോഴൊക്കെ എന്താണ് അതിന് അണുക്കൾ നിറഞ്ഞ കുറെ എന്താണ് ഫ്ലൂയിഡ്സുകളൊക്കെ നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നീക്കം ചെയ്യുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ലീക്കേജുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ അല്ലെ വേറെ ഏതെങ്കിലും അല്ലെ ഏത് രീതിയിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്കറിയാം അത് എന്താണ് അത് എന്താ പറയുക ഡിസ്പോസ് ചെയ്യേണ്ട പ്ലേസിൽ തന്നെ ഡിസ്പോസ് ചെയ്തില്ല എങ്കിലും ഒരുപക്ഷെ നമ്മൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ നഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പല ആക്ടിവിറ്റീസിലും ഇൻവോൾവഡ് ആവുമ്പോൾ ഒരുപക്ഷെ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റർ അല്ലെ ഒരു പർട്ടിക്കുലർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാതെ അത് പെട്ടെന്ന് അവിടെ വെച്ചിട്ടാണ് അടുത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ വെച്ച ഭാഗത്ത് അണുക്കളൊക്കെ നിറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവോ?
ആ പ്ലേസിൽ എന്തെങ്കിലും അണുക്കളെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയത്. നിങ്ങൾ ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ നഴ്സുമാരാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഷാർപ്പായിട്ടുള്ള വസ്തുക്കളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അദൃശ്യമായിട്ടൊക്കെയാണ് അത് വെക്കുന്നതെങ്കിൽ അവിടേക്ക് എന്താണ് അണുക്കളെ പറ്റി പിടിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറയുന്നത് ഇംപ്രോപ്പർ, അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്ന ഒരു സെന്റൻസ് ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്യാൻ കോസ് ലീക്കേജ്. അത് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നമുക്കറിയാം അവര് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നതായിരിക്കും. ഒരു പക്ഷെ പെയിൻ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രോഗിയുടെ ആ റിയാക്ഷൻ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും അവർ ഇതിന് സ്പീഡ് കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ അതിലൂടെ പക്ഷെ എന്താണ് അണുക്കള് വേസ്റ്റ് അല്ലെ അണുക്കള് നിറഞ്ഞ വാഹനങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകാൻ എവിടെയെങ്കിലും ലീക്ക് ഔട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. മാത്രമല്ല ഇങ്ങനെ നമ്മള് ഈ തരത്തിലുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ തന്നെയായിരിക്കണം വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കേണ്ടത്. കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്തിട്ടുണ്ടോ ഹസാർഡ് വേസ്റ്റ് ആണോ അല്ലയോ അല്ലെ, അത് അപകടകരമായ വേസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അവര് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ലീക്കൗട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്കുകളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് പറയുന്നത്. ക്ലിയർ ആയോ പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നമുക്ക് അല്ലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളായതുകൊണ്ട് അതിങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. സെല്ലൻസിന്റെ മീനിങ്ങുകളൊപ്പം തന്നെ മനസ്സിലാക്കി എടുത്താൽ മതി. മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. ഇവിടെ നമ്മള് എക്യുപ്മെന്റുകളൊക്കെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യും അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴും അതിലൂടെ എന്താണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ലീക്കൗട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നമ്മുടെ കൃത്യമായിട്ട് പറയുന്ന ഹോസ്പിറ്റൽ യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഡിവൈസ്. സങ്കീർണമായിട്ടുള്ള ചില പല നമ്മള് അല്ലെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഇതിനൊക്കെ ഉപകരണങ്ങളുണ്ടോ എന്നുള്ളത് അല്ലെ. ചിലപ്പോ നമുക്കറിയാം എന്താണ് ഫ്ലൂയിഡ്സുകളൊക്കെ അല്ലെ ഇതിൽ നിന്നൊക്കെ സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീൻസുകളൊക്കെ ഉണ്ട് അല്ലെ. ചിലർക്കെങ്കിലും അത് ചിന്തിക്കും അത് ഈ ഇങ്ങനെയുള്ള മെഷീൻസ് ഈ മെഷീനുകളുടെ എന്താ പ്രത്യേകത, അത് കേടുവരാനും സാധ്യത കൂടുതലാണ്. ഈ മെഷീനുകൾക്കൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന മെഷീനുകളൊക്കെ ഇടയ്ക്കൊക്കെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തും എന്താണ് റിപ്പയർ ചെയ്യുന്ന സമയത്തും എന്താണ് ഇത്തരത്തിലുള്ള ലീക്കൗട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് എടുത്തു പറയുന്നത്. ഹോസ്പിറ്റൽസ് യൂസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോംപ്ലക്സ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഡിവൈസസ് വിച്ച് നീഡ് റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. ഇത് ഇടയ്ക്ക് മിക്കപ്പോഴും റെഗുലർ ആയിട്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടാവാം. The use of dangerous materials in these activities can cause leakage. അപ്പൊ ഇത്തരത്തില് റിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള ലീക്കൗട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ക്ലിയർ ആയോ? ആണോ? ലാസ്റ്റ് അവർ ആയതുകൊണ്ട് നിങ്ങൾ ആകെ സൈലന്റ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? എങ്ങനെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു പോയിന്റ് നോക്കാം. സ്പില്ല് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കേസ്. ട്രാൻസ്പോർട്ടേഷൻ നടത്തും അല്ലെ. നമ്മുടെ ഈ മാലിന്യ കുപ്പാരങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ അറിയാം. ഒരുപാട് മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡംപ് ചെയ്ത് അല്ലെ. അത് അങ്ങനെയാണ് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അവസരങ്ങളിലും ലീക്കൗട്ടുകൾ വരാം അല്ലെ. ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് മെഡിക്കൽ വേസ്റ്റ് ലബോറട്ടറി സാമ്പിൾസ്. അത് മാത്രമല്ല വേസ്റ്റ് മാത്രമല്ല ഉണ്ടോ, ലബോറട്ടറി സാമ്പിൾസിലൊക്കെ നമ്മൾ ചിലപ്പോൾ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ മറ്റു ലാബിലേക്കൊക്കെ ആയിരിക്കും. അത് മാത്രം അങ്ങനെയൊക്കെ വരുമ്പോൾ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ
ഓഫ് സൈറ്റ് ഫെസിലിറ്റി there is a risk of leakage. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്ന മാത്രയിൽ തന്നെ ലീക്കേജുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വേസ്റ്റുകള് അത് കൃത്യമായിട്ട് തന്നെ നശിപ്പിച്ച് കളയാനായിട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ, കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസരത്തില്, അത് മാത്രമല്ല ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ലബോറട്ടറിയിൽ സാമ്പിളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസരത്തിലൊക്കെ എന്താണ് ഈ വേസ്റ്റുകളെല്ലാം ചെറിയ രീതിയിലെങ്കിലും എന്താണ് ലീക്കോട്ടുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് എന്താണോ അത് ഓഫ് സൈറ്റിൽ ചിലപ്പോ ഒരുപക്ഷെ കൊണ്ടുപോകുന്ന സമയങ്ങളിലായിരിക്കും ഒരുപക്ഷെ അത് നഷ്ടപ്പെടുന്നത്, ചെറിയ രീതിയിലെല്ലാം ലീക്കേജുകൾ സംഭവിക്കുന്നത്. അത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. there is a risk of leakage. ലീക്കേജ് വരാനായിട്ടുള്ള സാധ്യതകൾ അവിടെയൊക്കെ ഇതിന് കിടപ്പുണ്ട്. ട്രാൻസ്പോർട്ട്. അപ്പൊ 6 തരത്തിലാണ് ഇതിന്റെ ഒരു സോഴ്സുകൾ കാണുന്നത്. അതായത് ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ, ഹോസ്പിറ്റലില് ലീക്കേജുകൾ വരാനായിട്ടുള്ള സാധ്യതകളാണ് ഈ 6 വായിച്ചു നോക്കാം. എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാം. ഏതാണോ വായിച്ചു നോക്കുന്നുണ്ടോ? ക്ലിയറാണോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? റെസിഡ്യൂവിനെ കുറിച്ചിട്ട് എടുത്തോ. അതേമാതിരി തന്നെ സോഴ്സ് ഓഫ് ലീക്കേജ് എടുത്തോ. നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത് അത് വ്യത്യസ്ത തരത്തിലുള്ള ലീക്കേജുകളാണ്. അതായത് ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ, ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് എന്നുണ്ട്. അത് മാത്രമല്ല ലീക്കേജ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റും ബാക്കിയൊക്കെ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് പഠിക്കാം. ഓരോ വേസ്റ്റിനെ കുറിച്ചിട്ട് പഠിച്ചു പോകാനും ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഒരു ജസ്റ്റ് അടുത്തൊരു ഭാഗം കൂടി എടുക്കാം. ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റല് എടുക്കാമല്ലോ. എടുത്തേക്കാം. അതില് അധികപ്പെടുത്തൊന്നും പറയാനില്ല, കാരണം ഇതിന്റെ ഓരോന്നും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് താഴെ കണ്ടാൽ അറിയാം. ഓരോന്നും വിവരിക്കുന്നുണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടുണ്ട്, മറുകറിയെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഷാർപ്സ് വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ ജസ്റ്റ് പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതാന്ന് വെച്ചത്. മോർ എക്സ്പ്ലനേഷൻ ഓരോ ഭാഗത്ത് പഠിക്കാനാണ്. ലീക്കേജ് വേസ്റ്റിലെ ഹോസ്പിറ്റൽ ക്യാൻ ബി ഡിഫറെന്റ് ടൈപ്സ്. ലീക്കേജ് വേസ്റ്റുകളുടെ ഉറവിടം നമ്മൾ കണ്ടു. അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ആൻഡ് ഈച്ച് ടൈപ്പ് ഓഫ് നീഡ്സ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. ഇത്തരത്തില് വരുന്ന ഓരോ ലീക്കേജും നമ്മൾ ഓരോ രീതിയിൽ തന്നെ ഓരോ പ്രൊസീജിയർ രീതിയിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നതൊക്കെ, ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ, നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയായിരിക്കില്ല കെമിക്കൽസ് വരുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷാർപ്പ് വസ്തുക്കളിൽ നിന്ന് വരുന്ന ലീക്കേജുകൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളല്ല. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ലീക്കേജ് വരുമ്പോൾ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഏറെക്കുറെ സമാനമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് എങ്കിൽ തന്നെയും ചെറിയ 1-2 സ്റ്റെപ്പുകളൊക്കെ വ്യത്യസ്ത രീതികൾ തന്നെയാണ് ഉപയോഗിക്കുക. അല്ല, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ കണ്ട് പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ്, ശരീരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ലീക്കേജ് വരാമെന്നുള്ളത് കണ്ടു. കെമിക്കൽസ് ആണെങ്കിലും നമ്മൾ കണ്ടു.
അല്ലെ? അത് നമ്മളെ രോഗനിർണയത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിൽ നിന്ന് ഈ കോട്ടുകൾ വരാമെന്നുള്ളത്. ഷാർപ്പ് വസ്തുക്കൾ നമ്മൾ കണ്ടു. ഹോസ്പിറ്റലില് വ്യത്യസ്ത പ്രൊസീജിയർ ഒക്കെ നടത്താനായിട്ട് മൂർച്ചയുള്ള മുരയുള്ള വസ്തുക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ കണ്ടു. എന്താണ്? കിരണങ്ങൾ ഉപയോഗിച്ച് അല്ലേ ക്യാൻസർ പോലെയുള്ള പേഷ്യൻസിലേക്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ലീക്കൗട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഓർഗാനിക് മെറ്റീരിയൽസ് ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. എക്സാമ്പിൾ എന്താണ്? മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. നമുക്കറിയാം എന്താണ്? ഹോസ്പിറ്റലാണ് ഗവേഷണം നടത്തുന്ന ഒരു ഏരിയ കൂടിയാണ്. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല നടത്തുന്നത് അല്ലെ, ഗവേഷണ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ്. അപ്പൊ അവിടെ ഓരോ രോഗത്തിനും കാരണമായ വൈറസിനെയും ഫംഗസിനെയും ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ബാക്ടീരിയ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പല പ്രൊസീജിയേഴ്സ് നടക്കും. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം പ്രവർത്തനങ്ങൾക്കൊക്കെ സൂക്ഷ്മജീവികളുടെ ആ പ്രവർത്തനങ്ങളെയൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള വേസ്റ്റുകൾ ലീക്ക് ഔട്ട് ആക്കാം. Then other dangerous materials, hospitals may utilize other dangerous materials such as mercury and lead used in medical equipment and supplies. നമുക്കറിയാം ടെമ്പറേച്ചർ ഒക്കെ നോക്കാനൊക്കെ ആയിട്ട് തെർമോമീറ്ററിലൊക്കെ ചെറിയ രീതിയിലുള്ള മെർക്കുറി ഉപയോഗിക്കും അല്ലെ. ഇതൊക്കെ ഒന്ന് വീണ് പൊട്ടിയാൽ തന്നെ അവിടെ എന്താണ് മെർക്കുറി സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ മാതിരി തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ രോഗനിർണയത്തിനൊക്കെ ലെഡ് ഉപയോഗിക്കും. അത്തരത്തിലുള്ള വാതകങ്ങളുടെ ഇതിന്റെയൊക്കെ ചോർച്ച എന്ന് പറയുന്നത് പലതരത്തിലുള്ള എന്താണ് വേസ്റ്റ് തന്നെയാണ്, ലീക്കേജ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട് എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. അതിന്റെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പോയിന്റ് കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വായിക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ജസ്റ്റ് പോയിന്റുകളുടെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് മെർക്കുറിന്റെ അങ്ങനെ ഓരോ ഭാഗങ്ങൾ. എന്തെങ്കിലും ഡൗട്ടുകൾ നിർത്തിയിട്ടുണ്ടോ? ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയറാണെന്ന് പറഞ്ഞോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വേറെ ആർക്കെങ്കിലും? നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു. Thank you, Miss.